ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത അരവിന്ദ് കേജ്രിവാളിനെ വിടാതെ പിന്തുടർന്ന് ഇ ഡി എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 8 തവണ ഇ ഡി സമൻസ് നൽകിയിട്ടും ഹാജരാകാതെ ഒടുവിൽ ദില്ലി കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയ അരവിന്ദ് കേജ്രിവാളിന് കുരുക്ക് മുറുക്കിക്കൊണ്ട് വീണ്ടും ഇ ഡി 9ാമത്തെ സമൻസ് അയച്ചിരിക്കുന്നു. ഈ മാസം 21-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് കോടതി തന്നെ പറഞ്ഞിരുന്നു, സമൻസ് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹാജരാകുക തന്നെ വേണം, ഇല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഇ ഡിക്ക് അധികാരമുണ്ട് എന്ന് കോടതി തന്നെ പറയുന്നൊരു സാഹചര്യം. ജാമ്യം എടുത്തതിൻ്റെ പേരിൽ ഉള്ള കാലം നിൽക്കാൻ കഴിയില്ല എന്നൊരു വ്യക്തമായ തിരിച്ചറിവ് കേജ്രിവാളിനുമുണ്ട്. നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് തന്നെയാണ് ഇ ഡി 9ാമത്തെ സമൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന് സമാനമായി തന്നെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറന് 8ാമത്തെ സമൻസിലും ഹാജരാകാതെ വന്നപ്പോഴാണ് ഇ ഡി അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഒപ്പം തന്നെ ഈ മദ്യ കുംഭകോണത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള കെ കവിത ചന്ദ്രശേഖർ, മുമ്പ് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത, BRSന്റെ നേതാവ്, ഇപ്പോൾ ജയിൽ അറയ്ക്കുള്ളിലാണ്. അതായത് മദ്യ കുംഭകോണ കേസിൽ ഇതിൽ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പലവട്ടം പേര് പരാമർശിക്കുന്ന കേജ്രിവാൾ 8 സമൻസിനും ഹാജരാകാതെ കോടതിയിൽ പോയി ഒരു ജാമ്യമെടുത്ത് രക്ഷപ്പെടാവുന്ന കരുതിയിടത്താണ് 9ാമത്തെ സമൻസും ഇ ഡി നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് ഇ ഡി നീങ്ങുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില റാലികളിൽ പറഞ്ഞത്, ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും വെച്ച് പൊറുപ്പില്ല, അതിന് ഇലക്ഷൻ ഒരു തടസ്സമേ ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നു വരുന്ന അന്വേഷണങ്ങൾ അതിൻ്റെതായ രീതിയിൽ ശക്തമായി മുൻപോട്ട് പോകുന്ന ഒരു സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. ഏതായാലും അരവിന്ദ് കേജ്രിവാളിന് കുരുക്ക് മുറുക്കി ഇ ഡി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.